എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്നൊരു പുതിയ വീഡിയോയിലേക്കാണ് കടക്കാൻ പോകുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എളുപ്പത്തിൽ കറി വെക്കുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കറി വെക്കാനുള്ള എളുപ്പമാണ്. അപ്പൊ നമ്മളിപ്പോ രാവിലെ കടലക്കറി വെക്കണം. പുട്ടും കടലയും വേണം ചിലർക്ക്. അപ്പൊ ഈ പുട്ടും കടലയും ഉണ്ടാക്കണമെങ്കിൽ രാവിലെ തേങ്ങ വറുത്തരക്കണം. തേങ്ങ ചേർക്കാതെ കടലക്കറി വെച്ചാൽ കൊള്ളുമില്ല. അപ്പൊ തേങ്ങ വറുത്തരക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചിലർക്ക് മുട്ടക്കറി വേണം. ആ മുട്ടക്കറിക്കകത്ത് ഒരു ശകലം തേങ്ങയൊക്കെ വറുത്തരച്ച് കഴിഞ്ഞാൽ ചാറുണ്ടാവും. അങ്ങനെയൊക്കെ തേങ്ങ കൊണ്ട് നാടൻ കറികൾക്കല്ലേ കൂടുതലും തേങ്ങ വറുത്തരക്കണം. ഇന്നിപ്പോ കടലേക്ക് ആൾക്കാർ വറുത്തരയ്ക്കാതെ ഉണ്ടാക്കും. മുട്ടക്കറിയും വറുത്തരക്കാണ്. പക്ഷെ വറുത്തരക്കുന്നതിന് ഒരു പ്രത്യേക ടേസ്റ്റ്. തേങ്ങ വറുത്തരച്ച് ചേർക്കാൻ കാര്യത്തിൽ ഒരു പ്രത്യേക രുചിയുണ്ട്. അത് തന്നെ. അതുപോലെ തന്നെ ഇഞ്ചിയുണ്ട്. അപ്പൊ നമ്മളൊരു ഇഞ്ചിക്കറി വെക്കാൻ പെട്ടെന്ന് ഒരു ഇഞ്ചി എരിഞ്ഞു തേങ്ങ വറുത്തരക്കണം, തേങ്ങ ചുരണ്ടണം. ഒരാളുള്ളിടത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 2-3 പേര് ഇപ്പൊ എല്ലാ വീട്ടിലും ഒരാളെ ഉള്ളൂ. അപ്പൊ 2-3 പേര് എടുത്താൽ ഒരാൾ തേങ്ങ ചുരണ്ടി, ഒരാൾ വറുത്തു, ഒരാൾ ഇഞ്ചി ചുരണ്ടി, അങ്ങനെ കറി വെക്കാൻ വറുത്തരക്കറി ഒരു പണിയാണ്. അതുകൊണ്ട് ആരും തന്നെ ഇപ്പൊ വറുത്തരക്കറി ഉണ്ടാക്കാറില്ല. പക്ഷെ എങ്ങനെയാണ് എളുപ്പത്തിൽ വറുത്തരക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. അതായത് നമ്മളിപ്പോ ഇന്ന് കാണിക്കാൻ പോകുന്ന അമ്മ ഇവിടെ വറുത്തരക്കറി സത്യം പറഞ്ഞ ഉണ്ടാക്കാറുണ്ട്. അമ്മ 10 മിനിറ്റ് മാക്സിമം 10 മിനിറ്റ് കൊണ്ട് കടലക്കറി വറുത്തരച്ചുണ്ടാക്കും. അല്ലെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് അമ്മ തീയൽ വെക്കും. ഉള്ളി തീയലും വെണ്ടയ്ക്ക തീയലും ഒക്കെ അമ്മ ഉണ്ടാക്കും. തീയലൊക്കെ 10 മിനിറ്റ് മതി. അമ്മ അങ്ങ് പോകണമെങ്കിൽ കാണാം, ഇങ്ങോട്ട് തീയൽ ഉണ്ടായിക്കൊണ്ട് വരണം കാണാം. അപ്പൊ എല്ലാരും വിചാരിക്കും ഇതെങ്ങനെ ഇത്രയും പെട്ടെന്ന് വറുത്തരച്ച് അല്ലെ വറുത്തരച്ച് എങ്ങനെ ഉണ്ടാക്കിയെന്ന് ആളുകൾ വിചാരിക്കും. പക്ഷെ അതിന് അമ്മയ്ക്ക് ഒരു ട്രിക്കും ഒരു അടിപൊളി ഒരു ഐഡിയ ഉണ്ട്. ആ ഐഡിയ വെച്ചിട്ടാണ് അമ്മ ടപ്പേ നീ കറി ചെയ്യുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വറുത്തരക്കറി കുറെ ദിവസം ഇരിക്കും അല്ലെ. തീയലൊക്കെ ഉണ്ടാക്കി എത്ര ദിവസം ഒക്കെ 2-3 അത് നമ്മൾ ഉപയോഗിക്കുന്നതിന് എടുക്കുന്ന പാത്രത്തിന്റെ അനുസരിച്ചാണ് തീയലിരിക്കുന്നത്. നമ്മളിപ്പോ ഉള്ളിത്തീയൽ അന്നേരം നമ്മൾ ഒരാഴ്ചയൊക്കെ ഇരിക്കും. ഇഞ്ചിത്തീയലും അതുപോലെ ഇരിക്കും. പിന്നെ വെണ്ടയ്ക്കായും ഉള്ളിയും കൂടെ വട്ടിയെടുത്തിക്കല്, അങ്ങനെ പല സൈസ് തീയലുകളാണുള്ളത്. അതിനൊക്കെ തേങ്ങ വറുത്തരച്ച് വേണം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ തേങ്ങ ടപ്പേന്ന് വറുത്തരച്ച് റെഡിയാക്കണം എന്നുള്ള ഐഡിയ നമുക്ക് ഒന്ന് കാണാം അല്ലെ. അപ്പൊ ഞാനിന്നിപ്പോ വെറുതെ ഇപ്പൊ എനിക്ക് സമയമുണ്ട്. 3 തേങ്ങ എടുത്തിട്ടുണ്ട് വറുത്തരയ്ക്കാനൊക്കെ ഉണ്ടല്ലേ. നിങ്ങൾക്കും അതുപോലെ തന്നെ സമയം ഉള്ളതനുസരിച്ച് നമുക്ക് ചെയ്തു വെച്ചാൽ പിന്നെ നമ്മുടെ കുറച്ച് ദിവസം നമ്മുടെ പണി തീർന്നു. അപ്പൊ നമുക്ക് പണിയില്ല, കഷ്ടപ്പാടുകളും ഇല്ല. നമുക്ക് പെട്ടെന്ന് കറി ഉണ്ടാക്കാം. ഞാനിട്ട് 3 തേങ്ങ ഇടുന്നുണ്ട്. അത് നമുക്കൊന്ന് ചുരണ്ടി എടുക്കാം. അത് എങ്ങനെയാണെന്ന് ഇത് നമ്മളിപ്പോ വറക്കാൻ പോവല്ലേ. അതിന് ചുരണ്ടി വറക്കാം. അതായത് നമ്മള് കുറച്ച് നാളത്തേക്കുള്ള തേങ്ങ ഒന്നിച്ചങ്ങ് വറുത്തരച്ച് വെക്കും. കുറെ നാളത്തേക്കുള്ള പണി നമ്മൾ ഒറ്റ ദിവസം കൊണ്ട് തീർക്കുവാണ്. പിന്നെ ഇത് വറുത്തരയ്ക്കുന്നതിന് ചില രീതികളുണ്ട്. ഇത് സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നതിന് ചില രീതികളുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് വറുത്തരയ്ക്കുന്ന ഈ ഒരു തേങ്ങ നമുക്ക് ഓരോ കറിക്കും 2 സ്പൂൺ 3 സ്പൂൺ അതിന്റെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് അപ്പം നമുക്ക് ചേർത്ത് കൊടുക്കാം അല്ലെ. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു വറുത്തര ചെയ്യാൻ പോണത്. അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം. നമ്മൾ ഇന്ന് 3 എണ്ണമാണ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് ഇപ്പൊ 4 തേങ്ങയോ 5 തേങ്ങയോ അല്ലെ. എപ്പോഴും നമുക്ക് ഒത്തിരി വേണ്ട. നമുക്ക് ഒരു 3 വറുത്ത് നമുക്കിതൊരു കുറച്ചൊക്കെ ചേർക്കാൻ നമുക്ക് 2 മാസത്തേക്കൊക്കെ നിൽക്കും ഇത് അല്ലെ. അപ്പൊ നമ്മളിത് 3 തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ 3 തേങ്ങ വേണമെന്നൊന്നുമില്ല, അവരവരുടെ തേങ്ങയുടെ അനുസരിച്ച് അവരവർക്ക് എടുക്കാം. ഇത് ഞങ്ങൾ പക്ഷെ ഒരു 3 തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ചുരണ്ടിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചുരണ്ടിയത് നമ്മളെ മിക്സിക്കകത്തിട്ട് ഒരു അടി അടിക്കാൻ ഈ ഇച്ചിരി ഇതിനകത്തൊക്കെ കരുതൊക്കെ ഉണക്കത്തേങ്ങയായിട്ട് കരുന്നൊക്കെ വീണിട്ടുണ്ട്. അപ്പൊ അത് ഒന്നിച്ച് മൂക്കാനൊക്കെ നമ്മൾ ഒറ്റ അടി അടിക്കാം. രണ്ടാമതോടെ ഒന്നുകൂടെ അടിച്ച് അരഞ്ഞു പോകും. ഈ ഒരു പരുവത്തിനകത്താണ് നമ്മളിത് കറക്കിയെടുത്തത്. നമ്മുടെ തേങ്ങ വേണ്ട മിക്സിക്കകത്തിട്ട് നമ്മളൊന്ന് കറക്കി പയ്യെ കൊണ്ട് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇത്രയും കറിവേപ്പിലയും കൂടെ നമ്മൾ ഇവിടെ ഇതിനകത്തൊന്ന് വാരിയിടാം. അപ്പൊ നമ്മളിത് കറിവേപ്പിലയും തേങ്ങയും കൂടെ ഒന്നിച്ച് നമ്മളൊന്ന് കൂട്ടി ഇളക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു ഉരുളി അടുപ്പ് വെച്ചു. അപ്പൊ നമുക്കിത് അടുപ്പയിലോട്ട് കുടഞ്ഞിടാം. ഇതൊന്ന് അപ്പൊ നമ്മളിത് അടുപ്പേ കുടഞ്ഞിട്ട് നമ്മളിതിനകത്ത് എണ്ണയൊന്നും ഇപ്പൊ ഒഴിച്ചിട്ടില്ല. ഒരു പകുതി മൂപ്പാകുമ്പോ നമുക്കൊരു ശകലം എണ്ണ ഒഴിക്കണം അതിനകത്ത്. അപ്പൊ നമ്മളൊന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് കൂട്ടട്ടെ. അപ്പൊ നമ്മുടെ തേങ്ങയുടെ വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മൾ ഇനി ഒരു ശകലം വെളിച്ചെണ്ണ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, നല്ലപോലെ മൂത്ത് വരാനൊക്കെ ഉണ്ട്.
ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, മതി. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അത്ര ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ തേങ്ങ അതുകൊണ്ട് ഈ ഭാഗം ആയതുകൊണ്ട് നമ്മൾ ചെറിയ തീയിലാണ് വറക്കുന്നത്. ഒത്തിരി വലിയ തീ ഇട്ട് വരുന്ന ഒരു കങ്ങലിയോ വരും, തേങ്ങയ്ക്ക് ഒരു ഷോ വരും. അപ്പൊ നമ്മൾ ചെറിയ തീയിലാണ് ഈ വറക്കുന്നത്. അതാണ് നമുക്ക് ഇത്രയും താമസം വരും. പിന്നെ നമ്മൾ സാധാരണ തേങ്ങ വറുത്തരയ്ക്കുമ്പോൾ മല്ലിയും മുളകും ഒക്കെ കൂടി ഇട്ടാണ് വറക്കുന്നത്. ഇതിനകത്ത് നമ്മളതൊന്നും ചേർക്കുന്നില്ല. മുളക്, കരിയാപ്പില, ഈ തേങ്ങയും മാത്രമാണ് വറുക്കുന്നത്. അപ്പൊ അതിന്റെ ആവശ്യം നമ്മൾ അന്നേരം കൂട്ടാനാണെങ്കിൽ മല്ലിയും മുളകും ഒക്കെ ഇടാം. അപ്പൊ ഇത് നമ്മൾ അന്നേരം കൂട്ടാനല്ലല്ലോ, നമ്മൾ കുറെ നാളത്തേക്ക് വെച്ചേക്കാനാണ്. അപ്പൊ മൂത്ത് തുടങ്ങി കേട്ടോ. ഇനി ഒരു 10 മിനിറ്റ് കൂടെ മതി ഇത് മൂത്ത് വരാനൊക്കെ ഉണ്ട്. മുക്കാല് കഴിഞ്ഞു. ആ തീ നമ്മൾ അങ്ങനെ എരിക്കുന്നില്ലതാ, കുറച്ച് തീ, ശകലം തീയേ ഉള്ളൂ. അപ്പൊ ദേ നമ്മുടെ തേങ്ങ മൂത്തിട്ടുണ്ട്. നമ്മളിത് വാങ്ങാൻ പോകും. ഇത്രയും മൂത്താൽ മതി. ഇനി ഇരുന്ന് മൂക്കും ഇത് കുറെ നേരം കൂടെ. ഈ ചട്ടിയുടെ ചൂടിൽ തന്നെ മൂക്കും. ചട്ടിന്ന് മാറ്റത്തില്ല, മാറ്റി ഇത് ഇച്ചിരി ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരിക്കും ഈ ചട്ടി തന്നെ. ഉരുളിക്കകത്ത് ഒരു 5 മിനിറ്റ് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ട് വെക്കും, വാങ്ങി വെച്ചിട്ടു. അപ്പൊ ഉരുളിയുടെ ചൂടും ഉണക്കത്തേങ്ങ ഇല്ലേ ഇത്. അപ്പൊ അതായത് നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ട്. വാങ്ങി വെച്ചൊരു ശകലം നേരം ഇളക്കണം. പിന്നെ നിങ്ങൾ വറക്കാൻ എടുക്കുന്ന തേങ്ങ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മൂത്ത തേങ്ങയായിരിക്കണം. പഴുത്ത തേങ്ങയും കൊള്ളാം, ഉണങ്ങിയ തേങ്ങയും കൊള്ളാം. പക്ഷെ ഇളവൻ തേങ്ങ കൊള്ളുമില്ല. ഇളവൻ തേങ്ങ ആയിട്ട് നമുക്ക് നന്നായിട്ട് മൂത്ത് വരുമില്ല. അരച്ച് വെച്ചിരുന്നാലും അതിനൊരു ഇത് വരുമില്ല. അപ്പൊ എപ്പോഴും നല്ല ഉണങ്ങിയ തേങ്ങയും, അതല്ലെങ്കിൽ ഇളവൻ തേങ്ങയോ, അല്ലെങ്കിൽ നമ്മൾ പഴുത്ത തേങ്ങ, നല്ല പഴുത്ത തേങ്ങയും കൊള്ളാം. ആ 2 തേങ്ങ ഏതെങ്കിലും നമ്മൾ എടുക്കാനൊക്കെ ഉണ്ട്. നമ്മൾ ഉരുളിക്കകത്ത് വെച്ച് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇളക്കും. ഇളക്കി കഴിയുമ്പോൾ ഒന്നുകൂടെ ചൂട് ആറി വരുമ്പോൾ നമ്മൾ വേറൊരു പരന്ന പാത്രത്തിലോട്ട് ഇടും. ഇട്ട് കഴിയുന്ന എന്തിനാ വെച്ചാൽ ഒന്ന് തണുക്കണം. തണുക്കാതെ നമ്മൾ മിക്സിക്കകത്ത് യാറിനകത്ത് ഇടത്തില്ല. കല്ലേൽ അരയ്ക്കാനാണ് നമ്മൾ ചെറു ചൂടോടെ അരയ്ക്കാം. പക്ഷെ ഇത്രയും തേങ്ങ കല്ലേൽ അരയ്ക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ മിക്സിയുടെ യാറിനകത്ത് ഇട്ടാണ് അരയ്ക്കുന്നത്. അപ്പൊ നന്നായിട്ടൊന്ന് തണുക്കണം. അപ്പൊ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാൻ പോവുകയാണ് ഇനി. അപ്പൊ നമ്മുടെ തേങ്ങയുടെ ചൂട് നന്നായിട്ട് ആറിയിട്ടുണ്ട്. അത് അരയ്ക്കാൻ എങ്ങനെയാന്ന്. വെള്ളം ഒരു തുള്ളി പോലും തൊടരുത് കേട്ടോ. വെള്ളം തൊടാതെ വേണം അരച്ചെടുക്കാനൊക്കെ മിക്സിയിലാണെങ്കിലും. അപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം അരച്ചെടുത്തിട്ട് 2-3 പ്രാവശ്യം കുറേശ്ശെ നമ്മൾ അരച്ചെടുക്കണം. അപ്പൊ നമ്മൾ നോക്കണം ഏത് പാകമായെന്നുള്ളത്. ഇതിപ്പോ ഒരു 3 പ്രാവശ്യം ഞാൻ നിർത്തി അരച്ചു. നല്ല പോലെ അരഞ്ഞിട്ടുണ്ട്. നമ്മൾ വെള്ളം ഒന്നും ഒഴിച്ചതല്ല, ഇതിന്റെ എണ്ണയാണ് ഈ കാണുന്നത്. ഇത് നമുക്കൊരു ടിന്നിലോട്ട് ഒഴിക്കാം. ഇത് വെള്ളം ഒന്നും ചേർത്തല്ല കേട്ടോ, ഈ പാകത്തിന് കിട്ടും നമുക്ക്. അപ്പൊ അടുത്ത ട്രിപ്പ് നമുക്ക് അരയ്ക്കാം. മതി. ഇപ്പൊ ഈ പാകമായതെല്ലാം പൊടിഞ്ഞു വന്നു നന്നായിട്ട്. അപ്പൊ നമ്മളൊന്ന് ഇളക്കി, സ്പൂൺ കൊണ്ടൊന്ന് ഇളക്കി കൊടുക്കണം അത്. അപ്പൊ ഇത് അരഞ്ഞിട്ടില്ല. നമ്മളൊന്നുകൂടെ ഒന്ന് ഇളക്കി എല്ലാം കൂടെ ഒന്ന് കൂടിയിട്ട് ഒന്നുകൂടെ ഒന്ന് അരയ്ക്കാൻ പോവുകയാണ്. ഇപ്പൊ നമ്മള് 2 പ്രാവശ്യം നമ്മൾ അരച്ചു ഇത് ഇളക്കി കൂട്ടി. ഇനി വീണ്ടും ഒന്നും കൂടി ഇത് ഇളക്കി കൂട്ടിയിട്ട് ഒന്നും കൂടി അരയ്ക്കാൻ. ഇപ്പൊ തന്നെ ഉണ്ടോ അല്പം പോലും വെള്ളം ഒഴിച്ചില്ലെങ്കിൽ നന്നായിട്ട് വെള്ളമായി അല്ലേ? വെള്ളമല്ല, എണ്ണയുടെ അംശം കൊണ്ടാണ് ഇങ്ങനെ ലൂസായി വരുന്നത്. അപ്പൊ അത് നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമ്മൾ 3 പ്രാവശ്യം ഇത് അരച്ചു. അപ്പൊ നമ്മൾ 3 തേങ്ങയാണ് വറുത്തരച്ചത്. ഇത് 1 ലിറ്ററിന്റെ പാത്രമാണ്. ഒരു 1/4 ലിറ്ററേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ടത് കുറച്ച് വെള്ളം പേടിക്കേണ്ടത് കുറേ ദിവസത്തേക്കുണ്ട്. നമ്മൾ രാവിലെ കറിയൊക്കെ വെക്കുമ്പോഴത്തേക്കും ഒരു ചെറിയ കുറച്ച് കറിയേ ഉള്ളെങ്കിൽ 1 സ്പൂൺ എടുത്താൽ മതി. അല്ല നമ്മൾ കൂടുതൽ കറി വെക്കുവാണെങ്കിൽ ഒരു 2 സ്പൂണിൽ കൂടുതൽ നമുക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഇത് കുറേ ദിവസത്തേക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പൊ ഒരാഴ്ച വരെ ഇത് ഫ്രിഡ്ജിനകത്ത് വെക്കാതെ പുറത്ത് തന്നെ വെച്ചേക്കാം. പിന്നെ ഫ്രിഡ്ജിനകത്ത് കൂടുതലുണ്ടെങ്കിൽ ഫ്രിഡ്ജിനകത്ത് വെക്കുവാണെങ്കിൽ നമ്മൾ ഇച്ചിരി നേരത്തെ എടുത്ത് വെച്ചേക്കണം. അപ്പൊ അല്ലെങ്കിൽ ഇത് എടുക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ട്. അപ്പൊ ഇത് അലുത്ത് വരും. അന്നേരം നമ്മൾ 1 സ്പൂൺ എടുത്തിട്ട് വീണ്ടും നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുക. അങ്ങനെ ഒരു 3 മാസം വരെ നമുക്കിത് വെക്കാം. ഇത് പക്ഷെ 3 മാസത്തേക്കൊന്നും ഇല്ല കേട്ടോ. കുറച്ച് തേങ്ങയേ ഉള്ളൂ. 3 തേങ്ങയല്ല ഉള്ളായിരുന്നു. അപ്പൊ നമ്മൾ അങ്ങനെയാണ്. ഞാൻ നേരത്തെ ഇങ്ങനെ അരച്ച് വെക്കാറുണ്ട്. അപ്പൊ എനിക്ക് രാവിലെ എഴുന്നേറ്റ് ഇവന് കൊണ്ടുപോകാൻ നേരത്തെ പണി വളരെ എളുപ്പമാണ്. ഇച്ചിരി കടലയാണെങ്കിലും അടുപ്പ് വെച്ച് ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് എടുത്തുകൊണ്ട് വീഴുമ്പോഴത്തേക്ക് ഇതും കൂടെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ പെട്ടെന്ന് കറി നമുക്ക് റെഡി ആയി കിട്ടും. അപ്പൊ അങ്ങനെ എല്ലാ കറികളും ഇപ്പൊ ഓണമൊക്കെ വരുക, നമുക്കിപ്പോ ആളും പേരും കുറവാണെങ്കിൽ കുറച്ച് തേങ്ങ ഇതുപോലെ എടുത്ത് വറുത്ത് നല്ലപോലെ അരച്ചിട്ട് വെള്ളം തൊടാതെ ഫ്രിഡ്ജിനകത്തോ അല്ലെങ്കിൽ പുറത്തോ വെച്ച് പറഞ്ഞില്ല ഒരു 5-8 ദിവസമൊക്കെ ഇത് പുറത്ത് വെച്ചേക്കാം. അങ്ങനെ വെച്ചേക്കുവാണെങ്കിൽ നമുക്ക് ഓണത്തിനൊക്കെ കറിയൊക്കെ വെക്കാൻ പെട്ടെന്ന് നമുക്ക് കറിയൊക്കെ വെക്കാം. ഇഞ്ചിക്കറിയോ ഉള്ളിക്കറിയോ അങ്ങനെ തൊടുകറി വെക്കുന്നവർക്കൊക്കെ ഇതൊരു നല്ലൊരു പ്രയോജനകരമായ ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ചെയ്യണം. അപ്പൊ എന്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയി വരുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. പിന്നെ സബ്സ്ക്രൈബും കമന്റും നിങ്ങൾ മറക്കില്ല എന്ന് എനിക്കറിയാം. അത് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ എന്റെ നന്ദി.